കേരളം കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും ഭീകരമായ ഒന്നാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം. നൂറുകണക്കിന് മനുഷ്യരാണ് ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടത്. ദുരന്തമുണ്ടായ നിമിഷം മുതൽ ആ പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിൽ കേരളമാകമാനം ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധിയാർന്ന പ്രവർത്തനങ്ങളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ നടപ്പാക്കിയത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദുരന്തമുണ്ടായ നിമിഷം മുതൽ ആ പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കകത്തുൾപ്പെടെ സജീവമായി ഇടപെടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. യുവജനക്ഷേമ ബോർഡിന്റെ ട്രെയിനിങ് നൽകിയിട്ടുള്ള ടീം കേരളയിലെ അംഗങ്ങൾ ദുരന്തമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. അത് തുടർന്നുള്ള 3-5 ദിവസങ്ങളിൽ തുടർച്ചയായി തന്നെ ആ പ്രദേശത്തെ ദുരന്ത ബാധിച്ച ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യമായി ടീം കേരളയുടെ അംഗങ്ങൾ യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് നീണ്ട ദിവസങ്ങൾ ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ, അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം പഴയ പോലെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്കാണ് നാം എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഇരകളാക്കപ്പെട്ട ജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മാറുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. അവിടെ സർക്കാർ നിർദ്ദേശിച്ച ക്യാമ്പുകൾക്കകത്തെല്ലാം ഏതാണ്ട് 10-28 ദിവസക്കാലം തുടർച്ചയായി യുവജനക്ഷേമ ബോർഡിന്റെ ടീം കേരള അംഗങ്ങൾ ആ ക്യാമ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമ്പിനെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിനും ഓരോ ദിവസം കഴിയുന്തോറും ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തക്ക വിധത്തിൽ ഫലപ്രദമായി ഇടപെടുന്നതിലും ക്യാമ്പ് അംഗങ്ങൾ എന്ന നിലയിൽ ടീം കേരള വഹിച്ചിട്ടുള്ള പങ്ക് വളരെ മാതൃകാപരമാണ് എന്നുള്ളത് കാണാൻ കഴിയും. ഞങ്ങളെല്ലാവരും ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും അവിടെ പോകുന്ന സ്ഥിതിയുണ്ടായി. ഒരു ഘട്ടത്തിൽ പോയപ്പോൾ ക്യാമ്പ് സന്ദർശിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ അതിന്റെ സംഘാടകരായിട്ടുള്ള അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും വളരെ മികവോടുകൂടി ചൂണ്ടിക്കാണിച്ച ഒന്ന് ടീം കേരളയുടെ പ്രവർത്തനമായിരുന്നു. ടീം കേരളയെ ഏൽപ്പിച്ച ഒരു കാര്യം അവർ പൂർണ്ണമായും മുഴുകി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും പിന്നീട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവിടെ ജനം ആഗ്രഹിക്കുന്ന വിധത്തിൽ, അവിടുത്തെ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരോട് ചേർന്ന് നിന്ന് ആ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വളരെ മാതൃകാപരമായിട്ടാണ് ടീം കേരള പ്രവർത്തിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചു. നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ ടീം കേരളയുടെ ഭാഗമായി ഈ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഒരു സമർപ്പിതമായ യുവത്വം ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഒരു മാതൃക കൂടിയായിട്ടാണ് ടീം കേരളയുടെ പ്രവർത്തനം മാറിയിട്ടുള്ളത്. മാതൃകാപരമായിരുന്നു ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനം എന്നുള്ളതാണ് കാണേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു. പിന്നീട് നമ്മൾ ആ പ്രദേശത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വയനാട് മാത്രമല്ല കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും ജില്ലകളിൽ നിന്നെല്ലാമുള്ള ടീം കേരള അംഗങ്ങളെ അവിടെ എത്തിക്കുകയും അവിടുത്തെ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് ആ പ്രദേശത്തെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ സഹായകരമാവുന്ന വളരെ വലിയ ക്ലീനിങ് പരിപാടികൾക്കുൾപ്പെടെ നൂറുകണക്കിന് വോളണ്ടിയർമാർ പ്രവർത്തിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കും അവിടെ സംഘടിപ്പിക്കുക എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രശ്നം ഉണ്ടായ, ദുരന്തമുണ്ടായ സമയത്ത് കേരളത്തിലാകമാനമുള്ള യുവജനക്ഷേമ ബോർഡിന്റെ പ്രവർത്തകർ, അതിന്റെ പഞ്ചായത്ത്, മുനിസിപ്പൽ, അതുപോലെ തന്നെ കോർപ്പറേഷൻ തലത്തിലുള്ള കോർഡിനേറ്റർമാർ, യുവജനക്ഷേമ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ടീം കേരളയുടെ അംഗങ്ങൾ, യുവജനക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ക്ലബ്ബുകൾ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ആകമാനം കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിലാകമാനം ഉള്ള ഒരു പ്രവർത്തനത്തിലും യുവജനക്ഷേമ ബോർഡ് നേതൃത്വം കൊടുത്തു. അവിടത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ സമാഹരിക്കാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സംവിധാനത്തോട് ചേർന്ന് നിന്ന് എല്ലാ ജില്ലകളിലും ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി വിവരങ്ങൾ, ഇത്തരം ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ച് ആ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിന് പ്രത്യേകമായ കളക്ഷൻ സെന്റർ എല്ലാ ജില്ലകളിലും തുറന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കും യുവജനക്ഷേമ ബോർഡ് നേതൃത്വം കൊടുക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ട് നൽകണം എന്ന ആഹ്വാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ
ആ നിമിഷം തന്നെ ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ആ പ്രവർത്തനത്തിന് മുമ്പോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ യുവജനക്ഷേമ ബോർഡിന്റെ പഞ്ചായത്ത് കോർഡിനേറ്റർമാർ, മുനിസിപ്പൽ കോർഡിനേറ്റർമാർ, കോർപ്പറേഷനിലെ കോർഡിനേറ്റർമാർ, അതുപോലെ തന്നെ യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാർ, അവളുടെ ക്ലബിലെ പ്രവർത്തകരായിട്ടുള്ള കോർഡിനേറ്റർമാർ, ഞങ്ങളുടെ യുവജനക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, ഇവരെല്ലാവരും അവരുടെ അലവൻസിന്റെയും അവരുടെ ശമ്പളത്തിന്റെയും എല്ലാം ഒരു വിഹിതം നീക്കിവെക്കാൻ തയ്യാറായി. ജില്ലാ കോർഡിനേറ്റർമാരെ ഉൾപ്പെടെ അതിനകത്ത് പ്രത്യേകം കാണാനുണ്ട്. ഒരു മാസത്തെ തന്നെ അലവൻസ് ജില്ലാ കോർഡിനേറ്റർമാർ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഏതാണ്ട് 25,05,000 രൂപയോളം ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിലേക്ക് അടയ്ക്കുക എന്ന ക്രമീകരണവും നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യുവജനങ്ങളെ ആകമാനം കോർത്തിണക്കിക്കൊണ്ട് ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഇടപെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ ആകമാനം പകച്ചുപോയ ഈ ദുരന്തത്തിൽ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം, ഈ നാട്ടിലെ സർക്കാരിനോടൊപ്പം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിനും നല്ല പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാതൃകാപരമാണ്. ഇത്തരം ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ പിന്തുണ നൽകിയ ഉശിരന്മാരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ ടീം കേരളയുടെ ഉൾപ്പെടെ ഭാഗമായിട്ടുണ്ട്, അവളുടെ ക്ലബിന്റെ ഉൾപ്പെടെ ഭാഗമായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന് ആകെ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ കോർഡിനേറ്റർമാർ, പഞ്ചായത്ത് കോർഡിനേറ്റർമാർ, ടീം കേരളയുടെ സ്റ്റേറ്റ് ക്യാപ്റ്റൻ, അവളുടെ സ്റ്റേറ്റ് ക്യാപ്റ്റൻ, ടീം കേരള അംഗങ്ങൾ, ഞങ്ങളുടെ ബോർഡിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജീവനക്കാർ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരോടും ഈ ഘട്ടത്തിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. മലയാളമൊന്നായി നിന്നിടും, പാരിടും, ശലഭമായി മാറിടും, പുതുലോകമായി നന്മയുള്ള